ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 2008 മുതലാണ് പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള പിരിച്ചുവിടലുകൾ ഉണ്ടായിട്ടുള്ളത്. ഇതിപ്പോൾ 2008-ലും 2016-ലും 2020-ലും 2022-ലും 2025-ലും ഇപ്പോൾ പിരിച്ചുവിടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യൻ കമ്പനികളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ക്ലയൻസിനെ ആകർഷിക്കാൻ വേണ്ടി ഒപ്പം ഈ ഓഹരി വിപണിയിലെ വളർച്ചയ്ക്ക് വേണ്ടി ഇത് പല തലത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണല്ലോ. ഈ കോർപ്പറേറ്റുകൾ ചെയ്യുന്നത് കൂടുതൽ ആളുകളെ ജോലിക്കെടുക്കും. ഇത് വേറൊരു ഇമേജാണ് കമ്പനിക്ക് കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളതിലധികം ആളുകൾ അവർക്ക് റിസർവ് ബെഞ്ചിലുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ റിസർവ് ബെഞ്ച് ഇപ്പോൾ അവരുടെ ബെഞ്ച് പോളിസി പുതുക്കിയിട്ടുണ്ട്. അതനുസരിച്ച് 35 ദിവസത്തിൽ കൂടുതൽ പ്രോജക്റ്റ് ഇല്ലാതെ ബെഞ്ചിലിരിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ കാലം പലപ്പോഴും ഇരിക്കേണ്ടി വരാറുണ്ട്. ഇതിപ്പോൾ പല സ്കില്ലുള്ള ആളുകളാണ് ഇതിലേക്ക് വരിക. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു വലിയ കടൽ പോലെ കിടക്കുകയാണ്. 6 ലക്ഷത്തിന് മുകളിൽ ജീവനക്കാരുള്ളത്. ഒരാളുടെ സ്കില്ലൊക്കെ കൃത്യമായി തിരിച്ചറിയുന്നതിന് ഈ കോർപ്പറേറ്റുകളിലൊക്കെ എത്രത്തോളം അവർക്ക് പറ്റുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരാൾ ഈ സാങ്കേതിക വിദ്യയിലായിരിക്കും ഒരാൾക്ക് കൂടുതൽ ശേഷിയെങ്കിൽ മറ്റൊരാൾക്ക് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലോ മറ്റ് ക്ലയൻറ്റുകളെ കൊണ്ടുവരുന്നതിലോ ഒക്കെ ഇവരൊക്കെ യഥാക്രമം ഇതിന് വേണ്ട സ്ഥലത്ത് തന്നെയാണോ നിയോഗിക്കപ്പെടുന്നത് എന്ന കാര്യത്തിലൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും യാതൊരു ഉത്തരവാദിത്വം കമ്പനിക്കില്ല. അതായത് കമ്പനി എന്ന സങ്കല്പത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇതൊക്കെ നിങ്ങൾ കണ്ടെത്തിക്കോണം, നിങ്ങൾ നടത്തിക്കോണം. നിങ്ങൾ ഒരു കണക്കിന് പറഞ്ഞാൽ നോക്കുകൂലിയാണ് കമ്പനി മേടിക്കുന്നത്. അതായത് ഇവർ ചില പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, ജീവനക്കാർ ഇവിടെ വന്നിരിക്കുന്നു. ഇത് ശരിക്ക് IT-യിൽ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ വിചിത്രമായി തന്നെ നമുക്ക് ഈ കാര്യങ്ങളെ തോന്നും. അപ്പോൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റിലും അല്ലെങ്കിൽ ആ രീതിയിൽ പുതുക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ ധാരാളം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ പ്രശ്നം ജീവനക്കാരൻ നിന്ന നിപ്പിൽ പറഞ്ഞു വിടുന്നതിന് ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത ഒരു സംവിധാനമാണ് IT കമ്പനികൾ എന്നുള്ളതാണ്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സത്യത്തിൽ തൊഴിലാളി സംഘടനകളുടെ ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടാവേണ്ട മേഖല ഏതാണ്? ഞങ്ങൾ തൊഴിലാളികളാണെന്നുള്ള ബോധ്യം അവരവർക്കുണ്ടാകേണ്ട മേഖലയും ഈ IT മേഖലയാണ്. ഇപ്പോൾ കുറേയൊക്കെ സജീവമായി പല മേഖലകളിലും ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ IT രംഗത്തെ തൊഴിലാളികൾ സംഘടനാ പ്രവർത്തനവുമൊക്കെയായി കുറേ കൂടി സജീവമാണ്. അവരവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ വലിയ കടൽ പോലെ കിടക്കുന്ന ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിനകത്ത് വിചിത്രമായ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരത്തിൽ നോക്കുകൂലി വാങ്ങുന്ന ഒരു സംവിധാനത്തിനകത്ത് അത് എത്രത്തോളം സാധ്യമാണ് എന്നത് അറിയില്ല.